UAE ഈ ഇൻവോയ്സിംഗ് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇൻവോയ്സുകളെ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്കും മറ്റു ബന്ധപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും എത്തിക്കുന്നതിനെയാണ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലം നിങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നിന്നും ഇൻവോയ്സ് എടുത്ത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ PDF മറ്റു ഫയലോ ആയിട്ട് വാട്സപ്പിലും ഇമെയിലും എല്ലാം അയക്കുന്നതിന് പകരം നിങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നിന്നും നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് ഇലക്ട്രോണിക്കലി നിങ്ങളുടെ ഇൻവോയ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഈ ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് ഈ ഇൻവോയ്സിംഗ് ബാധകമാകുന്നത്? എന്ന് തൊട്ടാണ് ഈ ഇൻവോയ്സിംഗ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്? ഈ ഇൻവോയ്സിംഗ് നടപ്പിലാക്കുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാനേജർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വളരെ വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ആർക്കൊക്കെയാണ് ഈ ഇൻവോയ്സിംഗ് നിർബന്ധമാകുന്നത് നോക്കാം. B2B മേഖലയിലും B2G മേഖലയിലുമാണ് ഈ ഇൻവോയ്സിംഗ് നിർബന്ധമാക്കിയിട്ടുള്ളത്. B2B അഥവാ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുമ്പോൾ വാറ്റ് രജിസ്ട്രേഷൻ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു ബിസിനസ്സിലേക്ക് ഇൻവോയ്സ് ചെയ്യുമ്പോഴാണ്, സെയിൽ ചെയ്യുമ്പോഴാണ് ഈ ഇൻവോയ്സിംഗ് നിർബന്ധമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ B2G അഥവാ ബിസിനസ് ടു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ വാറ്റ് രജിസ്ട്രേഷൻ ഉള്ള ഒരു സ്ഥാപനം, ഒരു ബിസിനസ് ഒരു ഗവൺമെന്റ് ഏജൻസിയിലേക്ക്, ഒരു ഗവൺമെന്റ് തലത്തിലേക്ക് ഇൻവോയ്സ് കൊടുക്കുമ്പോഴാണ് ഈ ഇൻവോയ്സിംഗ് നിർബന്ധമായിട്ട് വരുന്നത്. B2B ബിസിനസ്സുകൾക്ക് ഈ ഇൻവോയ്സിംഗ് നിർബന്ധമാണെന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് B2C ബിസിനസ്സുകളുടെ ഒരു സെഗ്മെന്റ്. B2C അഥവാ റീറ്റെയിൽ ഷോപ്പുകൾ, കഫ്റ്റീരിയകൾ, കഫേകൾ, സൂപ്പർ മാർക്കറ്റുകൾ പോലെയുള്ള കസ്റ്റമേഴ്സിന്, ജനങ്ങൾക്ക് നേരിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന, വിൽക്കുന്ന, സർവീസുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അവർ B2C ആണ്, ബിസിനസ് ടു കസ്റ്റമർ ആണ്, ബിസിനസ് ടു ബിസിനസ് അല്ല, B2B അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻവോയ്സുകൾ, അവരുടെ സെയിൽസ് എപ്പോഴും നോർമൽ ഇൻവോയ്സ് ആയിരിക്കും, ഒരിക്കലും ഈ ഇൻവോയ്സ് ആയിരിക്കില്ല. കാരണം അവരുടെ സെയിൽസ് വരുന്നത് B2C കാറ്റഗറി. പക്ഷെ അതേസമയം ഇത്തരം റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും വലിയ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും, വാറ്റ് രജിസ്ട്രേഷൻ ഉള്ള TRN ഉള്ള ബിസിനസ്സുകളിൽ നിന്നായിരിക്കും അവർ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പർച്ചേസ് B2B ട്രാൻസാക്ഷൻ ആയിരിക്കും എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇൻവോയ്സിംഗ് പർച്ചേസിൽ നിർബന്ധമായിരിക്കും. അവർ പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും ഈ ഇൻവോയ്സിലായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് മുതലാണ് ഈ ഇൻവോയ്സിംഗ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം. UAE പോലെയുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ, ഒരു ഗ്ലോബൽ ഇക്കോണമിയിൽ ഈ ഇൻവോയ്സിംഗ് പോലെയുള്ള വലിയൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഒരുപാട് മുൻകരുതലുകൾ, തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ തിരഞ്ഞെടുത്ത കുറച്ച് സ്ഥാപനങ്ങളിൽ ഒരു പൈലറ്റ് അടിസ്ഥാനത്തിൽ ടെസ്റ്റ് റൺ എന്ന നിലയ്ക്ക് 2026 ജൂലൈ 1 മുതലാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ടെസ്റ്റ് റൺ മാത്രമാണ്. അതിനുശേഷം 2027 ജനുവരി 1 മുതൽ ലാർജ് സ്കെയിൽ ബിസിനസ്സുകളിലും 2027 ജൂലൈ 1 മുതൽ സ്മാൾ സ്കെയിൽ അതർ ബിസിനസ്സുകളിലും ഈ ഇൻവോയ്സിംഗ് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾ എന്ന് പറയുമ്പോൾ 50 മില്യൺ ദിർഹത്തിന് മുകളിലുള്ള സ്ഥാപനങ്ങളായിരിക്കും ലാർജ് സ്കെയിൽ കൊണ്ട് എന്നത് ഉദ്ദേശിക്കുന്നതെന്നാണ് ഏകദേശമുള്ള ഒരു ധാരണ. വളരെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 50 മില്യൺ എബോ ആനുവൽ ടേൺ ഓവർ ഉള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ 2027 ജനുവരി 1 മുതലും 50 മില്യൺ താഴെയുള്ള അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകൾ 2027 ജൂലൈ 1 മുതലും ഈ ഇൻവോയ്സിംഗ് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായിരിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യക്തമായ ഗൈഡ് ലൈൻസും ലാർജ് സ്കെയിൽ, സ്മാൾ സ്കെയിൽ ബിസിനസ്സുകൾ ഏതെല്ലാം എന്നുള്ള തിരഞ്ഞെടുപ്പുകളും അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതിന്റെ അപ്ഡേറ്റുകൾ ആ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ഇൻവോയ്സിംഗ് UAE നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്? എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ബിസിനസ്സുകളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും ഈ ഇൻവോയ്സിന് വേണ്ടി സ്വന്തം ബിസിനസ്സുകളിൽ തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ് നടത്തേണ്ടതെന്നെല്ലാം നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം. ഓപ്പൺ പെപ്പോൽ എന്നുള്ള ഒരു സംവിധാനം, ഒരു ഓർഗനൈസേഷനുമായിട്ട് ടൈപ്പായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് FTA, ഫെഡറൽ ടാക്സ് അതോറിറ്റി, UAE ഈ ഇൻവോയ്സിംഗ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നോർമൽ ഇൻവോയ്സുകൾ കൊടുക്കുന്നതിന് പകരം, നോർമൽ ഇൻവോയ്സുകളെ, നിങ്ങളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ അടിക്കുന്ന ഇൻവോയ്സുകളെ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നിങ്ങളുടെ പർച്ചേസ് ചെയ്യുന്ന ആളുകളിലേക്കും, അതുപോലെ തന്നെ ഗവൺമെന്റ്, അതേസമയം തന്നെ ഗവൺമെന്റ് ഏജൻസികളിലേക്കും, FDIയിലേക്കും, മിനിസ്റ്റർ ഓഫ് ഫിനാൻസിലേക്കും എല്ലാം അതേസമയം തന്നെ നിങ്ങളുടെ ഇൻവോയ്സുകൾ എത്തുന്ന സംവിധാനമാണ് ഈ ഇൻവോയ്സിംഗ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. പാൻ യൂറോപ്യൻ പബ്ലിക് പ്രൊക്യൂർമെന്റ് ഓൺലൈൻ എന്നാണ് പെപ്പോൽ എന്ന ഓർഗനൈസേഷൻ, ഓപ്പൺ പെപ്പോൽ എന്ന സ്ഥാപനത്തിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് യൂറോപ്പ് ബേസ് ആയിട്ട് ഓൺലൈൻ ക്ലൗഡ് സെർവർ ഉപയോഗിച്ചുകൊണ്ട് രാജ്യങ്ങൾക്കുള്ളിലും രാജ്യങ്ങൾ തമ്മിലുമുള്ള ബിസിനസ് ഡോക്യുമെന്റുകൾ, സെയിൽസ് ഇൻവോയ്സ്, സെയിൽസ് ഓർഡേഴ്സ് പോലെയുള്ള ഡോക്യുമെന്റുകൾ ക്രോസ് ബോർഡർ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ലൗഡ് ടെക്നോളജിക്കൽ സെറ്റപ്പാണ് ഈ പെപ്പോൽ എന്ന് പറയുന്നത്. ഈ പെപ്പോൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന, അടിക്കുന്ന ഇൻവോയ്സുകൾ നിങ്ങളുടെ
കസ്റ്റമറിലേക്കും ഗവൺമെന്റ് ഏജൻസികളിലേക്കും എല്ലാം FTA ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ സെർവറാണ്, ഈ ഓപ്പൺ പെപ്പോൽ എന്നുള്ള ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇനി UAE എല്ലാവരുടെയും, എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെയും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഈ പെപ്പോൽ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഈ ഇൻവോയ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ഫോളോ അപ്പ് എടുത്താൽ മതി. ബാക്കി കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഈ FTA ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പെപ്പോൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അത്തരം കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. നിങ്ങൾ അതിന്റെ ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതി. ഈ ഇൻവോയ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും നിങ്ങളുടെ ഇൻവോയ്സിംഗ് സോഫ്റ്റ്വെയറിൽ, നിങ്ങളെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ഫോളോ അപ്പ് എടുക്കുക. കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻവോയ്സ് അടിച്ച് സേവ് ആക്കുന്നതോടുകൂടി ആ ഇൻവോയ്സ് ഈ സോഫ്റ്റ്വെയറിൽ നിന്നും, നിങ്ങളുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നിന്നും ഈ പെപ്പോൽ നെറ്റ്വർക്കിലേക്ക് പോവുകയും അവിടെ നിന്ന് FTA സെർവറിലേക്ക് പോവുകയും അവിടെ നിന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലേക്ക് എത്തുകയും ചെയ്യുന്ന രീതിയാണ് ഈ ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കൽ ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ, സേവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് മുന്നത്തെ പോലെ ഇഷ്ടാനുസരണം എഡിറ്റ് ചെയ്യാനോ വാല്യൂ കുറക്കാനോ കൂട്ടാനോ ഒന്നും സാധിക്കില്ല എന്നർത്ഥം. നിങ്ങൾ അടിക്കുന്ന ഇൻവോയ്സ് അതേസമയം നിങ്ങളുടെ കസ്റ്റമേഴ്സിനും നിങ്ങളുടെ FTA ബന്ധപ്പെട്ട ഓഫീസുകളിലും നിങ്ങളുടെ ഇൻവോയ്സ് അപ്ഡേറ്റഡ് ആയിരിക്കും. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാര്യം സിമ്പിൾ ആക്കുക. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നത് എളുപ്പത്തിലാക്കുക. ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് പ്രകാരം ബിസിനസ്സിലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആക്കുക. ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പുകൾ കുറക്കുക എന്നെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് FTA ഈ ഇൻവോയ്സിംഗ് മെക്കാനിസം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്, ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, വാറ്റ് വന്നപ്പോഴും അതുപോലെ കോർപ്പറേറ്റ് ടാക്സ് വന്നപ്പോഴും ഒരുപാട് ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ പേടിച്ചിരുന്നു, വേവലാതിപ്പെട്ടിരുന്നു. ഇനി എന്ത് ചെയ്യും, വാറ്റ് വരുന്നു, കോർപ്പറേറ്റ് ടാക്സ് വരുന്നു എല്ലാം പറഞ്ഞ്. അതെല്ലാം ഒരു ബിസിനസ് സ്പിരിറ്റിൽ എടുത്തുകൊണ്ട് ഒരു എന്റർപ്രണർ എന്ന നിലയ്ക്ക് ഇത്തരം മാറ്റങ്ങൾ, ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ, ഗവൺമെന്റിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഗവൺമെന്റിന്റെ പബ്ലിക് റവന്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല വേൾഡ് ക്ലാസ് ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ UAE ഭരണകൂടം ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതിന്റെ കൂടെ നിന്നുകൊണ്ട് അതിന് വേണ്ട മാറ്റങ്ങൾ സ്വന്തം ബിസിനസ്സിൽ വരുത്തിക്കൊണ്ട് അതിന്റെ ഒപ്പം യാത്ര ചെയ്യുക, അതിനൊപ്പം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക എന്നതാണ് ഒരു ബിസിനസ് മാൻ ചെയ്യേണ്ടത്. ഈ ഇൻവോയ്സിംഗ് വരുമ്പോഴും നിങ്ങളുടെ ബിസിനസ് അതിനു വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചെന്ന ഈ ഇൻവോയ്സിംഗ്, വാറ്റ്, കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തലവേദനയില്ലാതെ വൃത്തിയായിട്ട് സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല നിങ്ങൾക്ക് നിലവിലുള്ളത് എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായി വ്യക്തമായി നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, നിലവിലുള്ള ബിസിനസ് ആണെങ്കിലും പുതിയ തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിലും ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്തു തരുന്ന ഒരു സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായ പ്രോഫിറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ്, ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട FTA ബന്ധപ്പെട്ട റിട്ടേൺസ്, അതിന്റെ റിപ്പോർട്ടുകൾ, റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ആവശ്യമായ അതിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്തു തരുന്ന രീതിയിലുള്ള, നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ, നിങ്ങളുടെ ബിസിനസ് ഏതായിക്കോട്ടെ, നിങ്ങൾ റെസ്റ്റോറന്റ്, റീറ്റെയിൽ, സൂപ്പർ മാർക്കറ്റ്, ഹോൾസെയിൽ, മാനുഫാക്ചറിങ്, ഹോസ്പിറ്റാലിറ്റി, സ്കൂള്, ഹെൽത്ത് കെയർ, ട്രാവൽസ്, ടൂറിസം, എന്തായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ ബിസിനസിന്റെ സൈസും നിങ്ങളുടെ ടേൺ ഓവറിന്റെ കപ്പാസിറ്റിയും എല്ലാം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് താങ്ങാവുന്ന കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് അക്കൗണ്ടിംഗ് സംവിധാനങ്ങൾ, ഈ ഇൻവോയ്സിംഗുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നിലവിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതെല്ലാം ചെയ്തു തരുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്.